അബുദാബി കോർണിഷിൽ നൈറ്റ് ബീച്ച് ആരംഭിച്ചിരിക്കുന്നു. അബുദാബിയിലെ അൽ ഹുദരിയാത്ത് ബീച്ചിൽ ഇതുപോലെ നൈറ്റ് ബീച്ച് വന്നതിന് വലിയൊരു സ്വീകാര്യത ലഭിച്ചിരുന്നു. അതിന് പിറകെയാണ് അബുദാബി കോർണിഷിലും നൈറ്റ് ബീച്ച് ആരംഭിച്ചിരിക്കുന്നത്. നീന്തലിന് പുറമെ ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ഫുട്ബോൾ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളും അബുദാബി കോർണിഷിലെ നൈറ്റ് ബീച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. വീക്കെൻഡ്സിൽ, അതായത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അർദ്ധരാത്രി വരെയും വീക്ക് ഡേയ്സിൽ രാത്രി 10 മണി വരെയുമാണ് എൻട്രി പറഞ്ഞിരിക്കുന്നത്. 4 മുതൽ 6 വരെയുള്ള ഗേറ്റുകളിലൂടെയായിരിക്കും അങ്ങോട്ട് പ്രവേശനം ഉണ്ടാവുക. ഏകദേശം 1000 സ്ക്വയർ മീറ്റർ ഏരിയയിലാണ് നീന്തലിന് വേണ്ടി മാത്രം നിയോഗിച്ചിരിക്കുന്നത്. ലൈഫ് ഗാർഡും പ്രഥമ ശുശ്രൂഷയും അടക്കമുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് അബുദാബി കോർണിഷിൽ പുതിയ നൈറ്റ് ബീച്ച് ആരംഭിച്ചിരിക്കുന്നത്. എമിറാത്തി വനിതാ ദിനത്തിൽ ആശംസകൾ നേർന്ന UAE ഭരണാധികാരികൾ. രാഷ്ട്രത്തിന്റെ പുരോഗതിയിലും രാഷ്ട്രം ശക്തി കൈവരിക്കുന്നതിലും സ്ത്രീകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നാണ് UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എക്സ് അക്കൗണ്ടിൽ കുറിച്ചത്. സ്ത്രീയെ അമ്മയായും മകളായും സഹോദരിയായും ഭാര്യയായും ഒക്കെ നമ്മൾ ആഘോഷിക്കുകയാണെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും കുറിച്ചു. കൈകോർത്ത് നാം 50 ആണ്ടുകൾ ആഘോഷിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രമേയം തന്നെ. ഇതിനോടനുബന്ധിച്ച് രാഷ്ട്രമാതാവ് ഷെയ്ഖ ഫാത്തിമ ബിൻ മുബാറക്കിന്റെ രക്ഷാകർതൃത്വത്തിൽ അൽ എമിറാത്ത് 50-50 എന്നൊരു വിഷനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുബായിലെ ഒരു ബ്യൂട്ടി സെന്ററിലേക്ക് കാർ ഇടിച്ചു കയറ്റി അപകടമുണ്ടാക്കിയ ഡ്രൈവർക്ക് ദുബായ് കോടതി 10,000 ദർഹം ഫൈൻ വിധിച്ചു. ഒപ്പം ഡ്രൈവിംഗ് ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും ഉത്തരവിട്ടിട്ടുണ്ട്. ഈ അപകടമുണ്ടാക്കിയ സമയത്ത് ഡ്രൈവർ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വാഹനങ്ങൾ തമ്മിൽ പാലിക്കേണ്ട അകലം പാലിച്ചിരുന്നില്ല. അതുമല്ല, ഈ ബ്യൂട്ടി സെന്ററിന് കേടുപാടുകൾ വരുത്തിയതായും തെളിഞ്ഞിട്ടുണ്ട്. UAEയിലെ ചൂടിൽ പ്രകടമായൊരു മാറ്റമൊന്നും ഇതുവരെ വന്നിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസവും അബുദാബിയിലെ അൽവത്ബ ഏരിയയിലും അൽദഫ്ര റീജിയനിലും ഒക്കെ ഉച്ച സമയത്ത് ഏകദേശം 47.9 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് വലിയ ഹ്യൂമിഡിറ്റി അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും NCMന്റെ ഇന്നത്തെ കാലാവസ്ഥാ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പിന്നെ കിഴക്കൻ ഭാഗങ്ങളിലാണ് കാർമേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ചെറിയൊരു മഴയ്ക്ക് സാധ്യത അവിടെ ഉണ്ടാകുമെന്ന് കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ. 2025 ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച.